മറ്റൊരു ദേശീയ ഗെയിംസിന് കൂടി തുടക്കമാകുകയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് എന്നറിയപ്പെട്ടിരുന്ന ദേശീയ ഗെയിംസിന് 101 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന കായിക പ്രതിഭകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ഗെയിംസ് എന്ന ആശയം പിറവിയെടുക്കുന്നത്. 1920 ഒളിമ്പിക്സിന് ശേഷം സ്പോർട്സ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വ്യവസായിയായിരുന്ന ദൊറാബ്ജി ടാറ്റ ദേശീയ തലത്തിലുള്ള ബോഡി നിർദ്ദേശിക്കുകയും സെലക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം ഓൾ ഇന്ത്യ ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഭാഗമായ ലാഹോറിൽ വെച്ച് ഓൾ ഇന്ത്യ ഒളിമ്പിക്സ് ഗെയിംസ് എന്ന പേരിൽ 1924 ആദ്യ ദേശീയ ഗെയിംസിന് തുടക്കമായി. അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഓൾ ഇന്ത്യ ഗെയിംസിന്റെ ഭാഗമായിരുന്നു എന്നതും ചരിത്രം. 1924 പാരീസ് ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ പ്രഥമ ഓൾ ഇന്ത്യ ഗെയിംസിൽ നിന്നും അത്ലറ്റുകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ പിതാവായ ഹാരിസ് ബക്കായിരുന്നു മാനേജർ. ഓൾ ഇന്ത്യ ഒളിമ്പിക് കമ്മിറ്റി ഒടുവിൽ 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനായി വളരുകയും ദൊറാബ്ജി ടാറ്റ പ്രസിഡന്റും ഡോക്ടർ നോഹ്റൻ സെക്രട്ടറി ആവുകയും ചെയ്തു. 1940 മുംബൈയിൽ നടന്ന ഗെയിംസ് മുതലാണ് ഓൾ ഇന്ത്യ ഒളിമ്പിക്സ് ഗെയിംസിനെ ദേശീയ ഗെയിംസ് എന്ന് പുനർനാമകരണം ചെയ്തത്.